എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. 80, 100, 200, 300 ഞാൻ പറഞ്ഞത് കുറച്ച് നമ്പറുകളല്ല, ലോകപ്രശസ്ത ബ്രാൻഡായ ടൊയോട്ടയുടെ ലെജൻഡറി ഓഫ് റോഡ് മെഷീനായ ലാൻഡ് ക്രൂയിസറിൻ്റെ സീരീസ് നമ്പറുകളാണ്. അപ്പോൾ ലാൻഡ് ക്രൂയിസർ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കൊക്കെ അറിയാം. നമ്മൾ പലപ്പോഴും മൂവികളിലൊക്കെ കാണുന്നത് മരുഭൂമിയിൽ മണൽത്തരികളെ കീറി മുറിച്ചുകൊണ്ട് പോകുന്ന ഒരു വാഹനമായിട്ടാണ്. പണ്ട് തൊട്ടേ ഓഫ് റോഡ് വാഹനപ്രേമികളുടെ മനസ്സിൽ ഒരു സ്വപ്നമായി, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇത് വാങ്ങണമെന്നുള്ള ആഗ്രഹമുള്ളൊരു വാഹനം കൂടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ആദ്യം നമുക്ക് 80 സീരീസ് തൊട്ട് തുടങ്ങാം. ഇതാണ് 80 സീരീസ് ലാൻഡ് ക്രൂയിസർ. 1990 മുതൽ 97 വരെ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന യൂണിറ്റാണ്. ആ കാലഘട്ടത്തിൽ ലാൻഡ് ക്രൂയിസർ സീരീസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വാഹനം കൂടിയാണ്. 80 സീരീസ് വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 95 മോഡൽ വാഹനമാണ്. അതിൻ്റെ ഭംഗി ആ കാലത്ത് തന്നെ വളരെ നന്നായിട്ടത് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പർ ആയിക്കോട്ടെ, അതിൻ്റെ സൈഡ് ഫൂട്രസ്റ്റ് ആയിക്കോട്ടെ, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊരു ഓഫ് റോഡ് പ്രേമി ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഡോറ് തുറന്ന് ഫുട്രസ്റ്റിൽ ചവിട്ടി ഗ്രാബ് ഹാൻഡിൽ പിടിച്ച് സീറ്റിലിരിക്കുക എന്നുള്ളതാണ്. ആ സീറ്റിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട്, ആ ഒരു കാലത്ത് പോലും അതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അത് ഇരിക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ ഇത് എത്രത്തോളം നല്ല വ്യൂ ആണെന്നുള്ളത്. ശരിക്കും ഇതൊരു മാനുവൽ ഡ്രൈവ് വാഹനമാണ്. ഈ മാനുവൽ ഓഫ് റോഡ് വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം കൂടാണ്. കാര്യം അദ്ദേഹം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാര്യം കൃത്യമായ മെയിൻ്റനൻസ് നോക്കുന്നതാണ്. പിന്നെ മാനുവൽ 4 വീൽ ഡ്രൈവ് സിസ്റ്റമാണ്. പിന്നെ അതുകൂടെ ഡിഫറൻഷ്യൽ ലോക്കുണ്ട്. പിന്നെ കാസറ്റ് പ്ലെയറാണ്, അന്ന് കാസറ്റ് പ്ലെയറാണുള്ളത്. പിന്നെ ഇതിന് ഒരു കൂൾ ബോക്സ് ഉണ്ട്. സീറ്റൊക്കെ ഫാബ്രിക്കേറ്റഡ് സീറ്റാണ്. അതുപോലെ തന്നെ മൂൺ റൂഫ്. പിന്നെ വെച്ചാൽ വേറെ പവർ സ്റ്റിയറിംഗ് ആണ്. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡാഷ്ബോർഡ് ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ വേറെ ഒന്നും എക്സ്ട്രാ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് അന്ന് ആ ഒരു നിർമ്മാണത്തിൻ്റെ ക്വാളിറ്റിയാണ് ഇത്രയും നല്ല രീതിയിൽ ഇതിനൊരു ഡാമേജ് ഒന്നും വരാതിരിക്കുന്നത്. ഇത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം കൂടെയാണ്. ഇതിൻ്റെ സർവീസ് നമ്മൾ ഫയർ ഗ്ലോബിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ സമയത്ത് വാഹനം അവിടെ കൊണ്ടുവരികയും എല്ലാ മെയിൻ്റെനൻസും പക്ക ചെയ്ത് കൊണ്ടുപോകുന്നൊരു വാഹനം കൂടെയാണ്. ഫാബ്രിക് സീറ്റുകളാണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെയും സുഖമായിട്ടൊരു 3 പേർക്ക് ഇരിക്കാൻ പറ്റും. അത്യാവശ്യം കാലൊക്കെ നീട്ടി വെച്ച് തന്നെ ഇരിക്കാൻ പറ്റും. 2850 mm വീൽ ബേസ് ഉള്ള ഒരു വാഹനം കൂടെയാണ്. അപ്പം അറിയാം അത്രയും വിശാലമായിട്ടകത്ത് 7 പേർക്ക് ഇരിക്കാൻ കഴിയും, കുട്ടികൾ ഉൾപ്പെടെ. വശങ്ങൾ നോക്കിയാലും വളരെ ഭംഗിയായിട്ട് അന്നത്തെ അക്കാലത്തെ സ്റ്റിക്കർ തന്നെയാണ്. അതുപോലെ VXR എന്ന് പറയുമ്പോൾ ടോപ്പ് മോഡൽ വണ്ടി. പിന്നെ കാണാം സൈഡിൽ 4.5 ലിറ്റർ എഞ്ചിനാണ്, 6 സിലിണ്ടർ 4.5 ലിറ്റർ അതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീലാർച്ച് ആണെങ്കിൽ അത്യാവശ്യം ഓഫ് റോഡ് കപ്പാസിറ്റി, ഓഫ് റോഡൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെ ഹൈറ്റൊക്കെ ആ ലെവലിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ശരിക്കും പറയാം ആ സമയത്ത് ഉള്ള ഒരു ഡോറുകൾ എന്ന് പറയുമ്പോൾ ഒരു ബട്ടർഫ്ലൈ ടൈപ്പ് ഡോറാണ്. അതിങ്ങനെ 2 സൈഡിലേക്കും നമുക്കിങ്ങനെ തുറക്കാം. തുറന്നതിന് ശേഷം ഒരു ബെഞ്ച് സീറ്റാണ്. ഒരു ഓഫ് റോഡ് വാഹനത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കായ അതിൻ്റെ ടയർ ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പിനായിട്ട് തന്നെ ബാക്കിൽ കൊടുക്കുന്നുണ്ട്. കാര്യം അത് കാണുമ്പോൾ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ടൊയോട്ട എന്നുള്ളൊരു പേരും ലാൻഡ് ക്രൂയിസർ എന്നുള്ള ബാഡ്ജിയും അന്നത്തെ കാലം തൊട്ടേ ഫോളോ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ താഴ്വശത്തൊരു സ്റ്റെപ്പിനുണ്ട്. പിന്നെ വണ്ടികളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ 24 വോൾവോ 4 വീൽ ഡ്രൈവ് VXR എന്നൊക്കെ ഉള്ളത് ബാക്കിൽ, അത് അതിൻ്റെ ചെറിയ ബാഡ്ജുകൾ ബാക്കിലുണ്ട്. ഇത് ഏകദേശം 31 വർഷം പഴക്കമുള്ളൊരു വാഹനം കൂടെയാണ്. 31 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും നാൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് അത്രയും നന്നായിട്ട് കൊണ്ടുപോകൊണ്ടാണ് ഈ വാഹനം ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോഴും ഇത് ഈ പറയുന്ന പോലെ ഓഫ് റോഡിനൊക്കെ പോയി മണൽത്തരികളെ കീറി മുറിച്ചുകൊണ്ട് മരുഭൂമികളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന വാഹനം കൂടെയാണ്. അപ്പോൾ ആ വാഹനത്തിൻ്റെ കാപ്പബിലിറ്റി നമുക്കൊന്ന് ഊഹിക്കാം. ഒരു 31 വർഷമായി ഇത്രയും നല്ല രീതിയിൽ ഇപ്പോഴും ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്നുള്ളതെന്നുള്ളത്. നമുക്ക് 100 സീരീസിൻ്റെ വിഷയം കാണാം. ഇതാണ് 100 സീരീസ്. 1998 തൊട്ട് 2007 വരെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന ഒരു യൂണിറ്റാണിത്. ആ കാലത്ത് ഈ പറയുന്ന പോലെ മൂവികളിലൊക്കെ കൂടുതൽ നമ്മൾ ഈ മോഡലായിരിക്കും കണ്ടിരിക്കുക. ഈ പറയുന്ന പോലെ മരുഭൂമികളിലൊക്കെ കയറി പോവുകയും അതുപോലെ പല രീതിയിലുള്ള ഓഫ് റോഡുകൾ നടത്തുകയൊക്കെ ചെയ്യുന്ന വാഹനം നമ്മളിതായിരിക്കാണ്ടിരിക്കുക. ഇതും അതിന് ശേഷം ഇറങ്ങിയൊരു 80 സീരീസിന് ശേഷം ഇറങ്ങിയൊരു വാഹനമായിട്ട് നല്ല ഒരു വ്യത്യാസങ്ങൾ അതിൽ ബോഡിയിൽ തന്നെ വരുത്തിയിട്ടുണ്ട്. ബോഡി ലൈനിങ്ങിലും അതോടൊപ്പം തന്നെ പിന്നെ ബാക്കിയുള്ള ഫുഡ് റെസ്റ്റ് ഏരിയ, അതുപോലെ ഈ റൂഫ് റെയിൽ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള വാഹനമാണ്. 4.5 ലിറ്റർ എഞ്ചിൻ, 6 സിലിണ്ടർ. അപ്പോൾ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം മനോഹരമായ ഗ്രീനിഷ് ഭംഗിയുള്ള ഗ്രീനിഷ് ആയിട്ടുള്ളൊരു ലെതർ വെച്ചിട്ട്
റാപ്പ് ചെയ്തിട്ടുണ്ട് വാഹനം മൊത്തം. ശരിക്കും ടൊയോട്ടയിൽ OEM ടയറായിട്ട് വരുന്നത് തന്നെ ഈ ഗ്രാൻഡ് ട്രക്കാണ്, ഡോൺലപ്പിൻ്റെ. ഇതൊരു 15 ടയർ, നമ്മൾ നേരത്തെ കണ്ട 80 സീരീസിൽ 18 ടയർ. അതുപോലെ തന്നെ ബാക്കിയുള്ള പോർഷൻസൊക്കെ സെയിം 2850 mm വീൽ ബേസ് തന്നെ വാഹനത്തിന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യം ഓഫ് റോഡ് സ്പെക്ക് ആകുമ്പോൾ ടൊയോട്ട ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത് മാക്സിമം ഓഫ് റോഡ് കേപ്പബിലിറ്റി വാഹനത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ അവർ ഏറ്റവും വിജയിച്ചിരിക്കുന്ന മോഡലാണ് ലാൻഡ് ക്രൂയിസർ. ഇത് 2005 മോഡൽ വാഹനമാണെങ്കിലും ഇതിപ്പോൾ ഈ ഷോറൂമിൽ ഇറക്കിയ പോലെ തന്നെ കിടക്കുന്നത്. അത്രയും മനോഹരമായിട്ട് എന്താ പറയുക, ലെതറും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. കാര്യം ഇതിൻ്റെ എല്ലാം ടോട്ടലി ഇതിനകം മൊത്തം ചേഞ്ച് ചെയ്ത വാഹനമാണ്. അത്രയും മനോഹരമാണ്. ഇത് ഈ പറയുന്ന പോലെ തന്നെ മാനുവൽ ഗിയർ ബോക്സ് 4 വീൽ ഡ്രൈവ് സിസ്റ്റമാണ്, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ലോക്ക് ഉണ്ട്, സബ് ടാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ AC കൺട്രോൾ സ്വിച്ച്, ഇതെല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൽ കൺട്രോളുകളൊന്നുമില്ല. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടല്ല, ഇത് കീ ഇട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ബാക്കിയുള്ള ഈ പറയുന്ന പോലെ കൂൾ ബോക്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മറ്റേ പഴയ വാഹനത്തിലുള്ള പോലെ തന്നെ എല്ലാം അതിനകത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ബ്ലാക്ക് ഇൻറ്റീരിയറാണ്, വളരെ മനോഹരമായ ബ്ലാക്ക് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. മൗണ്ട് റൂഫ് ആണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ പ്രസ് ചെയ്ത് മൗണ്ട് റൂഫ് ഓപ്പൺ ചെയ്യാം. ശരിക്കും ഈ 100 സീരീസ് വാഹനങ്ങൾ വരെ സബ് ടാങ്ക് ഉണ്ടായിരുന്നു. സബ് ടാങ്ക് എന്താണെന്ന് വെച്ചാൽ, സബ് ടാങ്ക് മീൻസ് ഇപ്പോൾ നമ്മൾ പെട്രോൾ മെയിൻ ടാങ്കിൽ തീർന്നു കഴിഞ്ഞാലും നമുക്ക് റിസർവ് ആയിട്ടൊരു ടാങ്കും കൂടെ ഇതിനകത്തുണ്ടാവും. അപ്പോൾ തീർന്നു കഴിഞ്ഞാലും ആ സബ് ടാങ്ക് ബട്ടൺ നമ്മളിവിടെ ഓൺ ആയി കഴിഞ്ഞാൽ ആ ടാങ്കിൽ നിന്നുള്ള ഫ്യൂല് വണ്ടി ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ 100 സീരീസോടുകൂടി സബ് ടാങ്കുകൾ നിന്നു. പിന്നെ 200 തൊട്ട് ഒറ്റ ടാങ്കിലാണ് ശരിക്കും 114 ലിറ്ററോളം കൊള്ളുന്ന ഒരൊറ്റ ടാങ്ക് മാത്രമേ 200 തൊട്ടുണ്ടായിട്ടുള്ളൂ. 100 തൊട്ട് ഏകദേശം ഈ പറയുന്ന സബ് ടാങ്കുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റോഡിലോട്ട് നോക്കി ഓടിക്കുമ്പോൾ ആ ടൊയോട്ടയുടെ ഒരു ലോഗോ നമുക്ക് ഇങ്ങനെ ബോണറ്റിൽ കാണാം. ശരിക്കും അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് നമുക്ക്. പ്രത്യേകിച്ച് ലാൻഡ് ക്രൂയിസർ ഇത്രയും റോഡ് പ്രസൻസിൽ നമ്മൾ റോഡിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ലോഗോ കൊണ്ട് വാഹനം ഓടിക്കുന്ന വല്ലാത്ത കോൺഫിഡൻസ്. ശരിക്കും 80-100 സീരീസിൽ മാത്രമേ നമുക്കത് കിട്ടൂ. കാര്യം 200 തൊട്ട് മേപ്പോട്ടുള്ളൊരു വാഹനത്തിലും ഇല്ല. പിന്നെ J സീരീസ് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഹുഡിലൊരു ലോഗോ ഫിക്സ് ചെയ്തിട്ട് വരുന്നത്. ഇതാണ് 200 സീരീസ്. ശരിക്കും പറഞ്ഞാൽ ഈ 200 സീരീസ് എന്ന് പറഞ്ഞാൽ 2007 തൊട്ട് 2021 വരെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നൊരു മോഡലാണ്. 14 വർഷം. ശരിക്കും 14 വർഷം ടൊയോട്ട ഒരു മോഡൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമെന്ന് തോന്നിയില്ല. അത് ശരിക്കും ചെറിയ ചെറിയ ഫേസ് ലിഫ്റ്റ് വരുത്തി 2021 വരെയും അവർ അത് കണ്ടിന്യൂ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ 200 സീരീസിൽ 2007 വലിയൊരു ചേഞ്ചാണ് 100 സീരീസിൽ നിന്ന് 200ലേക്ക് കൊണ്ടുവന്നത്. കാര്യം മൊത്തത്തിൽ ബോഡി അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻറ്റീരിയർ ട്രിമ്മുകൾ കംപ്ലീറ്റ് സാധനങ്ങൾ ടൊയോട്ട ചേഞ്ച് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം കുറച്ച് പോളിഷൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയ ഒരു വാഹനമാണ്. അപ്പോൾ ഇതും നമ്മൾ തന്നെയാണ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ പറയുന്ന 2007 വാഹനം കഴിഞ്ഞ് 2021 വരെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഈ ഒരു പുതിയ മോഡലിലേക്ക് ടൊയോട്ട 21 വരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഒരു മോഡൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ശരിക്കും അത്രയും നാളെ വരെ ചെറിയ ചെറിയ ഫേസ് ലിഫ്റ്റിലൂടെ വാഹനം വെച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഡോർ തുറക്കുമ്പോൾ കാണാം, നമ്മൾ ഇതുപോലെ തന്നെ ഫൂട്ടസ് കയറിയിട്ട് ഗ്രാബ് ഹാൻഡിലുണ്ട്, അതിങ്ങനെ പിടിച്ച് കയറി മറ്റുള്ള വാഹനങ്ങൾ ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇരിക്കാം. വാഹനം ഇത് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാധാരണ ഇതൊക്കെ ആ പഴയ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാര്യം ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഇതും വളരെ ഭംഗിയായിട്ട് വാഹനം സൂക്ഷിച്ചിട്ടുണ്ട്. കാര്യം ആ ലെവലിൽ തന്നെ വാഹനത്തിൻ്റെ എല്ലാം ഇൻറ്റീരിയർ ട്രിമ്മായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളിലൊക്കെ 4 വീൽ ഡ്രൈവ് മാനുവൽ സിസ്റ്റം ആയിരുന്നെങ്കിൽ ഇതൊരു സ്വിച്ച് ടൈപ്പ് 4 വീൽ ഡ്രൈവ് സിസ്റ്റമാണ്. ഇതിലിപ്പോൾ നമ്മൾ H4 L4 എന്ന് കാണാം. ഇത് ഓണായി കഴിഞ്ഞാൽ L4 ഓണായി കഴിഞ്ഞാൽ 4 വീലിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആവുകയും 4 വീൽ ഡ്രൈവ് ഓപ്ഷൻ വർക്ക് ആവുകയും ചെയ്യും. അതൊരു 4 വീൽ ഡ്രൈവ് മോട്ടറാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ലോക്ക്, ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ പിന്നെ മറ്റുള്ള ക്രൂയിസ് കൺട്രോളുകൾ, പിന്നെ മറ്റു വാഹനങ്ങൾ കാണുന്ന പോലെ തന്നെ മൗണ്ട് റൂഫ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കിവിടെ മൗണ്ട് റൂഫ് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലാസ്സിലൊരു സിസ്റ്റം ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പുറകിൽ നിന്ന് ലൈറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ഒന്ന് ഡിമ്മാവും, നമുക്ക് കണ്ണിലേക്ക് കൂടുതൽ റിഫ്ലക്ഷൻ വരാതിരിക്കാനുള്ള രീതിയിൽ നൈറ്റിൽ ഈ ഗ്ലാസ്സിൽ ഓട്ടോ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഈ 200 തൊട്ട് മേലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പഴയ വാഹനങ്ങളുള്ള പോലെയൊക്കെ തന്നെ കൂൾ ബോക്സ് ഉണ്ട്. കൂൾ ബോക്സ് ലാൻഡ് ക്രൂസർ പറഞ്ഞല്ലോ, എല്ലാ വാഹനങ്ങളും ഇപ്പോൾ ഇറങ്ങി 300 വരെയുള്ള വാഹനങ്ങളിലും ഈ കൂൾ ബോക്സ് അവർ പണ്ടുതൊട്ടേ മെയിൻറ്റെയിൻ ചെയ്യും. സ്റ്റേഷൻ വാഹനങ്ങളിലും പണ്ടുതൊട്ടേ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു കാര്യം കൂടെയാണ്. ശരിക്കും 2007 തൊട്ടുള്ള പ്രൊഡക്ഷനുള്ള ഈ 200 സീരീസിലാണ് ഈ കോൾ കൺട്രോൾ സിസ്റ്റം ഒക്കെ വന്നത്. ഈ കോൾ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പലർക്കും ഇപ്പോഴും ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകാലങ്ങളിൽ 4 വീൽ പോയി കഴിഞ്ഞാൽ വണ്ടി മട്ടിൽ എവിടെയെങ്കിലും സ്റ്റക്കായി കഴിഞ്ഞാൽ 4 വീൽ ഡ്രൈവിൽ തന്നെ വണ്ടി വലിച്ചു കയറ്റേണ്ട ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി വന്ന് ടോ ചെയ്ത് കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിസ്റ്റം വന്നതിന് ശേഷം പറഞ്ഞു
കഴിഞ്ഞാൽ നമ്മൾ 4-wheel ഡ്രൈവ് ആക്റ്റീവ് ആയതിനു ശേഷം ക്രോൾ ബട്ടൺ ഓൺ ആക്കുകയും അതുപോലെ സ്പീഡ് കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് മഡിൽ പൊതഞ്ഞു പോയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ റൈറ്റ് സൈഡാണ് പൊതഞ്ഞു പോയിരിക്കുന്നതെങ്കിൽ ആ റൈറ്റ് സൈഡ് മാത്രം ഒരു പവർ കൊടുക്കുകയും റൈറ്റ് സൈഡിൻ്റെ വീലിന് ഗ്രിപ്പ് കൊടുക്കുക ആ ഗ്രിപ്പിലൂടെ ആ വീല് റൊട്ടേറ്റ് ചെയ്ത് കയറുകയും ലെഫ്റ്റ് സൈഡ് കുറച്ചുകൂടെ ഈസി ആയിട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് റൈറ്റും ലെഫ്റ്റും ആ ലെവലിലുള്ള ഗ്രിപ്പിങ് ചെല്ലുന്നതാണ് ഓട്ടോമാറ്റിക്കലി വണ്ടി മുകളിലേക്ക് കയറി പോകും. നമ്മൾ ജസ്റ്റ് ബ്രേക്ക് പാഡിലൊന്ന് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, കാര്യം വണ്ടിയുടെ സ്പീഡ് കൂടുകയാണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സ്റ്റിയറിങ്ങിലും ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വാഹനം തനിയെ തന്നെ അത് ഗ്രിപ്പ് കൊടുത്ത് എത്ര വലിയ മഡിൽ പൊതിഞ്ഞാലും അത് കയറിപ്പോയിക്കോളും. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 200 സീരീസ് തൊട്ടുള്ള ഓഫ് റോഡേഴ്സ് ശരിക്കും മാക്സിമം അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് അത്രയും സുഖകരമായ ഒരു ജോലിയാണ്. കാര്യം പലയിടത്തും പോയിട്ട് നമ്മൾ ഈ പറയുന്ന ഈ വാഹനങ്ങളൊക്കെ ശരിക്കും നമ്മൾ ജസ്റ്റ് റോഡ് ഹൈവേ അല്ലെങ്കിൽ ഓഫീസ് യൂസ് മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇത്തരം പർപ്പസിനോട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഒരുപാട് അത് ഗുണപ്പെടുന്നതാണ്. ബാക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലൂടെയും നമുക്ക് 3 പേർക്ക് വിശാലമായിരിക്കാൻ കഴിയും. ഈ പറയുന്ന പോലെ ആ വലിയ വീൽ ബേസ് ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് 3 പേർക്ക് കാലിട്ട് ഇരിക്കാൻ കഴിയും. ഫാബ്രിക് സീറ്റാണ്. ശരിക്കും ഫാബ്രിക് സീറ്റ് എനിക്ക് തോന്നുന്നു ലെതറിനേക്കാളും ഈ ഗൾഫ് കാലാവസ്ഥയിലെ ചൂടിന് ഫാബ്രിക് സീറ്റാണ് കുറച്ചുകൂടെ നല്ലത്. കാര്യം ലെതർ നന്നായിട്ട് പഴുത്ത് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാകും ചൂട് സമയങ്ങളിൽ. പക്ഷേ ഫാബ്രിക് സീറ്റ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കംഫർട്ടായിരിക്കും ഇരിക്കാൻ. അതുകൊണ്ടായിരിക്കും ആ സമയങ്ങളിൽ ഫാബ്രിക് സീറ്റ് കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാൻഡ് ക്രൂസർ എന്നുള്ളൊരു ബാഡ്ജ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ VXR ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. V8 എഞ്ചിനാണ്. V8 4.7 ലിറ്റർ എഞ്ചിനാണിത്. ഒരു ടൈൽ ഗേറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 200 സീരീസ് വരെയും ഈ പറയുന്ന ഡോറ് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ തുറക്കാം. ഇതൊരു 200 കിലോ വരെ ഈ പറയുന്ന പോലെ ഇവിടെ സാധനങ്ങൾ വെക്കാനും ഇരിക്കാനും അല്ലെങ്കിൽ ഒരു ക്യാമ്പിന് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാനും പറ്റുന്ന 200 കിലോ വരെ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഈ ഒരു ഡോർ ഇവിടെ ഉണ്ട്. ഇത് രണ്ടായിട്ടാണ്. ശരിക്കും പുതിയ മോഡൽ വാഹനങ്ങളൊക്കെ ഇത് ചേഞ്ച് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ഇരിക്കാം. ഒരു 3 കുട്ടികൾക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ സീറ്റ് ഫോൾഡ് ചെയ്തിടാം. 7 സീറ്റർ വാഹനമാണിത്. അതിനുശേഷം ഇതിൽ ശരിക്കും പറയാൻ ഓട്ടോമാറ്റിക് സ്വിച്ചുകളൊന്നുമില്ല. ഇത് നമ്മളിങ്ങനെ തന്നെ മാനുവലി തന്നെ ക്ലോസ് ചെയ്യണം. പിന്നെ ഇതിൽ റൂഫ് റൈലുണ്ട്. റൂഫ് റൈൽ നമ്മൾ 100 സീരീസിലും റൂഫ് റൈൽ ഉണ്ടായിരുന്നു. ഇതിൽ റൂഫ് റൈൽ വന്നാൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സാധനങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ പറയുന്ന പോലെ ഏതെങ്കിലുമൊക്കെ ടെൻറ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള വലിയ ലഗേജുകളൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ലോങ് ഡ്രൈവ് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതിനോടൊപ്പം പിൻഡിൽ ഹുക്ക് എല്ലാ വാഹനങ്ങളിലും ഉണ്ട്. നമ്മൾ ഏതെങ്കിലും രീതി വാഹനം സ്റ്റക്കാകുകയാണെങ്കിൽ ടൗ ചെയ്യാനും അതുപോലെ ബാക്കിയുള്ള ഉപയോഗത്തിനൊക്കെ പിൻഡിൽ ഹുക്ക് നമുക്ക് ഉപയോഗിക്കുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്ന രൂപം എന്ന് പറഞ്ഞാൽ ടൊയോട്ടയുടെ 300 സീരീസ് വാഹനമാണ്. ഈ 300 സീരീസ് എന്ന് പറഞ്ഞാൽ 2021 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത ഇപ്പോഴും പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മോഡലാണ്. ഇത് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഏരിയകളും ടൊയോട്ട മാറ്റിയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാഹനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടെടുക്കാൻ തോന്നാത്ത രീതിയിലേക്ക് അവർ ആ ഡിസൈൻ മാറ്റി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കാണാം ഫ്രണ്ടിൽ ടൊയോട്ട എന്നുള്ളൊരു വലിയ ബാഡ്ജ്, അതുപോലെ തന്നെ GR എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും മാക്സിമം ഒരു എക്സ്ട്രീം പെർഫോമൻസ് കാഴ്ചവെക്കത്തക്ക രീതിയിലുള്ള ഒരു എഞ്ചിനും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അവർ GR എന്നുള്ള ബാഡ്ജിങ്. പിന്നെ വശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നന്നായിട്ട് അതിൻ്റെ സൈഡ് ലൈനുകളും സ്റ്റിക്കറുകളും ഒക്കെ അവർ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫൂട്രസ്റ്റ് അതുപോലെ തന്നെ ഫൂട്രസ്റ്റ് കാണാം. ഡോർ തുറന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ഗ്രാബ് ഹാൻഡിൽ പിടിച്ച് തന്നെ കയറുന്ന രീതിയിലേക്ക് അത്രയും വിശാലമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീലാർച്ച് ആണെങ്കിലും അത്യാവശ്യം ഹൈറ്റ്. ഇതൊരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി കുറച്ച് കൂടിയ പെർഫോമൻസ് കൂട്ടി ഇറക്കിയ വാഹനമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സസ്പെൻഷനും അതുപോലെയുള്ള ചേസിലും ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ കുറച്ച് ആൾട്രേഷൻ വരുത്തിയ വാഹനങ്ങളാണ്. നമ്മൾ വരുത്തിയല്ല, ശരിക്കും കമ്പനി തന്നെ ആ ലെവലിലേക്കാണ് വാഹനം ഇറക്കിയിരിക്കുന്നത്. ടെയിൽ ഗേറ്റ് ഓട്ടോമാറ്റിക്കാണ്. ഇതുപോലെ തന്നെ ഇവിടെ സീറ്റ് ഫോൾഡ് ചെയ്യാം. ഈ സീറ്റിൽ ഇവിടെ ഇത് 7 സീറ്റർ വാഹനം തന്നെയാണ്. വളരെ മനോഹരമായ ബ്ലാക്ക് ഫിനിഷാണ് അകത്തുള്ളത്. കാര്യം പ്രീമിയം വാഹനത്തിൻ്റെ എല്ലാവിധ രൂപവും ഇതിനകത്ത് അവർ ടൊയോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് ഞാൻ കണ്ട ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ലാൻഡ് ക്രൂസർ സെഗ്മെൻറ്റുകളിൽ ഈ പറയുന്ന പോലെ ടൈൽ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഒരു പോർഷൻ താഴേക്ക് തുറക്കാനുണ്ടെങ്കിൽ ഇതിനകത്ത് ആ ഒരു പോർഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റ ടൈൽ ഗേറ്റേ ഉള്ളൂ. അത് മറ്റു വാഹനങ്ങളിൽ ഈ പറയുന്ന പോലെ ഒരു 200 കിലോ വരെയൊക്കെ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഈ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായി പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പിന്നെ അത് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ അത് അറിയാൻ കഴിയൂ ഇതൊരു പ്രശ്നമാണോ അല്ലയോ എന്നുള്ളത്. ബാക്ക് സൈഡ് നോക്കുമ്പോൾ കാണാം, കാര്യം മുൻകാലത്തെ ലാൻഡ് ക്രൂസറുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എന്താ പറയുക, വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു ഡിസൈൻ ടൊയോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ വാഹനങ്ങൾ തൊട്ട് ഇപ്പോൾ ഇറങ്ങുന്ന മോഡൽ വരെ വാഹനങ്ങൾ ഈ പിൻഡിൽ ഹുക്കുണ്ട്. ഇത് എവിടെയെങ്കിലും മഡിലൊക്കെ വാഹനം സ്റ്റക്കായി കഴിഞ്ഞാൽ വലിച്ചു കയറ്റാനും മറ്റുള്ള കാര്യം ടൗ ചെയ്യാനും ഒക്കെയുള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹുക്ക് കൂടിയാണിത്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 17th ആനിവേഴ്സറി എന്നുള്ളൊരു ബാഡ്ജ് കാണാം. കാര്യം 1951 ലാൻഡ് ക്രൂസർ രൂപകൽപ്പന ചെയ്ത സമയത്ത് ഇതൊരു പ്രോട്ടോടൈപ്പ് മിലിറ്ററി വെഹിക്കിളായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് പരിണാമം സംഭവിച്ചിട്ടാണ് പുതിയ സെഗ്മെൻറ്റിലേക്ക് വാഹനങ്ങൾ മാറ്റിയത്. അപ്പോൾ പിന്നെ ഈ കൂടുതൽ ഫാമിലി യൂസിന് വേണ്ടിയിട്ടാണ് അവർ സ്റ്റേഷൻ വാഗൺ ടൈപ്പ് വാഹനങ്ങൾ ആക്കി തുടങ്ങിയത് പിന്നീട്.
അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് ഇത്രയും വർഷകാലത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള നിലയിൽ അവരുടെ സെലിബ്രേഷനാണ് ഈ പറയുന്ന ഈ ബാഡ്ജിൽ അവർ കാണിച്ചിരിക്കുന്നത്. ഇത് ഈ പറയുന്ന പോലെ 2850 mm വീൽ ബേസ് ഉള്ള വാഹനമായതുകൊണ്ട് തന്നെ വിശാലമായി 3 പേർക്ക് ഇതിനകത്തിരിക്കാം. കുട്ടികൾക്ക് ബാക്കിലിരിക്കാം. 7 സീറ്ററാണ്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് സ്ക്രീനുണ്ട്. ഇതൊരു ടോപ്പ് എൻഡ് വാഹനമായതുകൊണ്ട് ഇതിനകത്ത് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൂടിയ വാഹനം കൂടെയാണിത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ ലാൻഡ് ക്രൂസറിനകത്ത് തന്നെയാണോ ഇരിക്കുന്നതെന്ന് തോന്നിപ്പോകും. കാര്യം അത്ര മനോഹരമായിട്ട് ഈ പറയുന്ന GR സീരീസ് അവർ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടൊരു റെഡ് ലെതർ റാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും പോലും ടൊയോട്ട ശരിക്കും പറഞ്ഞാൽ ഇത്രയും ലക്ഷറി ആയിട്ട് ലാൻഡ് ക്രൂസറൊന്നും ഇറക്കിയിട്ടില്ല. കാര്യം അവരുടെ മുൻകാല അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ, മുൻകാല വാഹനങ്ങളുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ ഫേസ് ലിഫ്റ്റൊക്കെ വരുത്തിയിട്ട് വാഹനങ്ങൾ ഇറക്കിയായിരുന്നു. പക്ഷേ GR സീരീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടാണ് വാഹനം ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ കാണാം ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അതുപോലെ ക്രോൾ കൺട്രോൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇലക്ട്രോണിക്കാണ് 4 വീൽ ഡ്രൈവ് സ്വിച്ച്. നമുക്ക് H4 L4 എന്നുള്ള 2 ഇതിലേക്ക് മാറ്റാൻ പറ്റും. പിന്നെ പറഞ്ഞാൽ ഗിയർ ബോക്സ്, ഗിയർ ലിവറൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ മനോഹരമായിട്ട് വളരെ സ്മൂത്തായിട്ട് ഇടാവുന്ന രീതിയിലേക്കൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ കാണാം, നമുക്ക് എൻ്റർടൈൻമെൻറ്റ് സ്ക്രീൻ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് കുറച്ചുകൂടെ എന്താ പറയുക ചെറുതായി സ്മൂത്തായെന്ന് തോന്നിപ്പോകും. ഇതിനകത്തൊക്കെ ട്രിമ്മുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു വുഡൻ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. AC വെൻസായാലും ഒക്കെ ഭയങ്കര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്താ പറയുക ഒരു ആഡംബരം എന്ന് പറയുന്നാൽ ആഡംബരവും പിന്നെ ഈ പറയുന്ന പോലെ ആ ഒരു ഇരുന്നിട്ടുള്ള ഒരു വ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ മികച്ച രീതിയിലേക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക ഒരു ഓഫ് റോഡ് പ്രേമി മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഇത്തരത്തിൽപ്പെട്ട വാഹനങ്ങളെ സ്നേഹിക്കുന്നവർ കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലും കൂടെ ആയിട്ടാണ് ടൊയോട്ട ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ടൊയോട്ട GR എന്ന് ഇങ്ങനെ ബാഡ്ജ് ആഡ് ചെയ്തിട്ടുണ്ട്. GR ഇവിടെയുണ്ട്, GR ഇവിടെയുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും എന്താണ് ഈ GR എന്ന് വെച്ചാൽ ടൊയോട്ടയുടെ പെർഫോമൻസ് എഡിഷൻ മോട്ടോർ സ്പോർട്ട് ഡിവിഷനാണ് GR. ഈ GR തന്നെ പല വേരിയൻ്റ്, യാരിസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സൂപ്ര വരുന്നുണ്ട്, അതുപോലെ ഈ പറയുന്ന ലാൻഡ് ക്രൂസർ വരുന്നുണ്ട്. അങ്ങനെ പല സീരീസുകളും ഈ GR വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം പെർഫോമൻസും സ്പോർട്ടി ആയിട്ടുള്ളൊരു എൻജിൻ എന്നുള്ള ലെവലിലാണ് അവർ ആ GR എന്ന് പറയുന്നത് കൂടുതലായിട്ട് വാഹനത്തിൽ എടുത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ മറ്റുള്ള വാഹനങ്ങളുള്ള പോലെ തന്നെ മൂൺ റൂഫുണ്ട്, അതുപോലെ തന്നെ കൂൾ ബോക്സ് ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസറിൽ തുടക്കം തൊട്ടുള്ള വാഹനങ്ങളെല്ലാം ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരുപക്ഷേ ഈ പറയുന്ന ക്യാമ്പിങ്ങോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം സോഫ്റ്റ് ഡ്രിങ്ക്സോ മറ്റുള്ള എന്തെങ്കിലും തണുപ്പ് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ കൂടെ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ഈ പറയുന്ന പോലെ ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. പിന്നെ ഇപ്പോൾ ഈ പുതിയതിൽ വന്നിരിക്കുന്നതിൽ ഒരു വയർലെസ് ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ JBLൻ്റെ സിസ്റ്റം. JBL ആണ് അവർ കൂടുതലും, അവരുടെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം എല്ലാം JBL തന്നെയാണ്. പിന്നെ ഈ പറയുന്ന ബട്ടൺസൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മനോഹരമായി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പിന്നെ AC-യുടെ ബട്ടൺസ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റീരിയോ ബട്ടൺസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടോപ്പ് എൻഡ് വാഹനമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലൈൻ അസിസ്റ്റ് ഉണ്ട്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ്, ഇപ്പോൾ മെമ്മറി സീറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഈ ടോപ്പ് എൻഡ് വാഹനങ്ങളിൽ ആഡ് ചെയ്തതുപോലെ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് ക്രൂസറിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. ശരിക്കും നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് സ്റ്റേഷൻ വാഗൺ ടൈപ്പ് വാഹനങ്ങളാണ്. ഇതിൻ്റെ വേറെ സെഗ്മെൻറ്റുകളുണ്ട്, ഹെവി ഡ്യൂട്ടി മെഷീൻസ്, J സീരീസിൽപ്പെട്ട വാഹനങ്ങൾ. അപ്പോൾ ഇനി അതിൻ്റെ വിശേഷങ്ങളൊക്കെ വരുന്ന വീഡിയോകളിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.